എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയി വരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്ത് മുഖത്തുള്ള മഴക്കാലത്ത് നമ്മൾ പെട്ടെന്ന് ഇരുണ്ടുപോയി, അല്ലെങ്കിൽ നമ്മളെ നിറം എല്ലാം പോയി എന്നൊക്കെ തോന്നും. അതുപോലെ ചൂട് കാലത്താണെങ്കിൽ കറുത്ത ആൾക്കാർ കൂടുതൽ കറക്കും, വെളുത്ത ആൾക്കാർ കൂടുതൽ എന്ത് ചെയ്യും, അങ്ങനെയാണ്, ചുവന്ന കളറാവും. അതായത് വെയിലടിക്കുമ്പോഴുള്ള സൺടാൻ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു സ്കിന്നിൻ്റെ ഒരു ടോണാണത്. കാരണം വെച്ചാൽ മിക്ക ആൾക്കാർക്കും സൺ അടിക്കുമ്പോൾ, അതായത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിന് ഒരുപാട് എന്ത് ചെയ്യും, ടാനും അതും ഇതൊക്കെ വന്ന് ശരീരം മുഖമൊക്കെ കറുത്തു പോകും. അപ്പം നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ്റെ ഒരു ക്രീമെന്ന് പറഞ്ഞാൽ ആക്നെ UV എന്ന് പറയുന്നൊരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലതാണ്, ഇത്തിരി വിലയുള്ള സംഭവമാണ്. പക്ഷേ അത് എനിക്കൊരാൾ സ്പോൺസർ ചെയ്തതാണ്. പക്ഷേ അത് സൂപ്പറായിട്ടുണ്ട്. അവരത് വാങ്ങിയപ്പോഴത്തേക്ക് അവർക്കത് സ്യൂട്ടല്ലെന്ന് കണ്ടിട്ട് അവർ എൻ്റെ അടുത്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാനിത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ചിട്ട് വാങ്ങി വെച്ചതാണ്. പക്ഷേ അത് കൊള്ളാം. ഞാൻ 2 പ്രാവശ്യം അത് യൂസ് ചെയ്ത് നോക്കി. ആക്നെ UV ഭയങ്കരമായ റിസൾട്ടാണ്. കാരണം വെച്ചാൽ മുഖത്ത് നോർമൽ സ്കിന്നുകാർക്കായാലും ഓയിലി സ്കിന്നുകാർക്കായാലും എല്ലാവർക്കും അത് ട്രൈ ചെയ്തൊന്ന് നോക്കി. അതായത് SPF 50ക്ക് മുകളിലുള്ള സംഭവമാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മുടെ മുഖത്തിന് മഴക്കാലത്ത് ഒരു സംരക്ഷണം കൊടുക്കാം. കടലമാവ്, വെണ്ണ, ചന്ദനം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതം കൊണ്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ മുഖത്തും കൈകളിലും എല്ലാം പുരട്ടി നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല തിളക്കമുള്ളതായിട്ട് മാറും. നിങ്ങൾ ഡെയിലി ചെയ്തില്ലെങ്കിലും ഒരാഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉലുവ, നമുക്ക് ഒരുപാട് ടിപ്സുകളിലെല്ലാം ഉലുവ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഉലുവ എടുത്ത ശേഷം പാല് തിളപ്പിച്ച ശേഷം നല്ല പോലെ അതിനെ തണുത്തതിന് ശേഷം ഉലുവ പൊടിച്ച് അതിലേക്ക് മിക്സ് ചെയ്ത് ഈ മിശ്രിതം നമ്മുടെ മുഖത്തൊരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും വളരെ നല്ലതാണ് കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബേബി ഓയിൽ നമ്മൾ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. അതായത് നമുക്ക് ബേബി ഓയിൽ സാധാരണയായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് വലിയ ആൾക്കാർക്ക് വളരെ നല്ല റിസൾട്ടാണ്. ഇപ്പോൾ കൂട്ടുകാരിത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക എന്ന് ഞാൻ പറയുന്നത് വീണ്ടും അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് വെച്ച് വീണ്ടും ബ്യൂട്ടീഷ്യൻ ആയിട്ടുള്ള, അതായത് ബ്യൂട്ടിപരമായ ടിപ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ആരോഗ്യപരമായിട്ടുള്ള ടിപ്സുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടിപ്സ് കേട്ട ശേഷം നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക. നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സുകളാണ്. നിങ്ങൾ മുഴുവനും കേട്ട് നോക്കുമെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് പറയുന്നതെന്ന് അറിയാൻ പറ്റൂ. ജസ്റ്റ് ഒന്ന് നോക്കി വിട്ട് കഴിഞ്ഞാൽ എന്ത് ടിപ്സാണ് പറയണതെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ എല്ലാ ദിവസവും പറയുമ്പോഴേ 2-3 ടിപ്സുകൾ പറയാറുണ്ട്. കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഈ ടിപ്സ് കേട്ട ശേഷം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. നാളെ കാണാം. ടാറ്റ, ബൈ.